മാനവകുലത്തിന് കാവലാളായി ബെത്ലഹേമിലെ കുളിര് പെയ്യുന്ന രാവിൽ വാനിൽ തെളിയുന്ന ദിവ്യതാരകമായി രക്ഷകൻ പിറന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. മഞ്ഞുതുള്ളികൾ തഴുകി ഉണർത്തിയ ബെത്ലഹേമിൻ വഴികളിലൂടെ പുൽക്കൂട്ടിൽ പിറന്ന ദൈവസുതനെ തേടിയെത്തിയവരാണ് ആട്ടിടയന്മാർ. നല്ലിടയന്റെ ജനന വാർത്ത ആദ്യം അറിയാൻ ഭാഗ്യം ലഭിച്ചവർ. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരാണ് ആട്ടിടയന്മാർ. ഈശോയുടെ ജീവിതത്തിലുടനീളം ഈ ഇടയ ദൗത്യം നാം കാണുന്നുണ്ട്. നല്ലിടയനായി, ആടുകളുടെ വാതിലായി, ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടായി. ഈ ഇടയ ദൗത്യമാണ് അവൻ നമുക്കും പകർന്നേകുന്നത് എന്നോർക്കുമ്പോൾ ഇന്നിന്റെ കാവൽക്കാരായി നാം മാറേണ്ടതുണ്ട്. സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരായിരുന്നു ആട്ടിടയന്മാർ. എന്നാൽ രക്ഷകന്റെ വരവോടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ അവഗണനകളിൽ നിന്നും ആട്ടിടയന്മാർക്ക് ഈ ലോകത്തിൽ ഒരു ബഹുമതി നൽകപ്പെട്ടു. നമുക്ക് ചുറ്റിലും വേദനിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവരുടെ ഇടയിൽ ഈശോയുടെ കാരുണ്യത്തിന്റെ സ്നേഹം വിളമ്പി ആശ്വാസത്തിന്റെ തണൽമരമായി നമുക്ക് മുന്നേറാം. വീണു പോകുന്നവർക്ക് ബലമേകുന്ന കരങ്ങളായി, നിരാശയിൽ അടിമപ്പെട്ടവർക്ക് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളായി, മുറിവേറ്റ മനസ്സുകൾക്ക് സൗഖ്യമായി, നല്ല ഇടയന്മാരായി നമുക്കും നമ്മുടെ ഇടയധർമ്മം നിർവഹിക്കാം. പ്രാർത്ഥനയുടെ കരങ്ങൾ വിരിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായി, നല്ല ഇടയന്മാരായി ദൈവജനത്തെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കാനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ.